ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാ മുത്തുമണീസിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ, 2 ദിവസമായി. ഇപ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. എക്സാമിൻ്റെ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫാത്തുട്ടിക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചർ. പിന്നെ ഞാൻ റഹീസ് ഇന്ന് പോയിട്ടില്ല. അവനിക്ക് രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര സൗണ്ട് വെളിയിലേ വരുന്നില്ല. അപ്പോൾ തൊണ്ടയ്ക്ക് എന്തോ ചെറിയൊരു കംപ്ലൈൻറ്റ്, സർജറിയൊക്കെ കഴിഞ്ഞ കാരണം ഒരു പേടിയിട്ടാണ്. അപ്പോൾ അവനിക്ക് രാവിലെ എണീച്ചപ്പോൾ ഒരു സൗണ്ട് വരുന്നേ ഇല്ല. അപ്പോൾ അവൻ ഇന്ന് സ്കൂളിൽ പോകണില്ല അമ്മ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ എന്നാലും എൻ്റെ കൂടെ വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. റജിക്കുട്ടനെയും ഫാത്തിമക്കുട്ടനെയും കൊണ്ടുവിടാൻ വന്നു. റിൻഷി മോൾ നേരത്തെ പോയിട്ടാണ്. അപ്പോൾ അവൾക്ക് ചോറൊക്കെ കൊണ്ടുപോകണം പോകുമ്പോൾ. പിന്നെ അവൾക്ക് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് 5 മണിക്കാട്ടാണ് വരിക. അപ്പം ഞാൻ വരുമ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നു കേട്ടോ. 2 ദിവസത്തിനായല്ലോ എന്ന് പറഞ്ഞിട്ട് 1.5 കിലോ 100 എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസത്തിനുള്ള മീൻ 1.5 കിലോ വാങ്ങിയിട്ടാണ്. അപ്പോൾ ഒരു ദിവസം ചാറ് വെച്ച് 2 ദിവസത്തിനായല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എന്നാൽ ശരി അതൊന്ന് വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോ കാണുന്നപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ മീനും ഒക്കെ വാങ്ങി അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ രാവിലെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് മടക്കാൻ നേരമില്ല, മീനുള്ളത് കൊണ്ട് മീൻ നന്നാക്കണമല്ലോ. അപ്പോൾ ഒന്ന് നേരം കിട്ടില്ല. അപ്പോൾ ഞാൻ തുണികളൊന്നും മടക്കിയില്ല കേട്ടോ. വേഗം എടുത്ത് കട്ടിലേക്ക് ഇട്ടു. പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒന്ന് മാറ്റിയിടാം, വിരിയൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ ചൂല് മേടിച്ചു കേട്ടോ. പുതിയ ചൂല് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം കേട്ടോ മേടിച്ചത്. അപ്പോൾ അതിനെക്കാട്ടി നല്ലൊരു ചൂല് പോലെ തോന്നി. അടിക്കാനും നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടൈൽസ് ആയതുകൊണ്ട് നമുക്ക് അവിടുത്തെ പോലെയല്ല, നല്ല അടിച്ചിട്ട് നീറ്റാക്കിയിടും. പിന്നെ മക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ കുപ്പയായിരിക്കും. കടയിലുള്ളതിനെക്കാട്ടി കുപ്പ വീട്ടിലുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് മക്കൾ വന്നാൽ. അപ്പോൾ റഹീസ് കുട്ടി ഇന്ന് പോയിട്ടില്ല, അവനിക്ക് തൊണ്ടവേദന കാരണം പോയുമില്ല. അപ്പോൾ ഞാനും അവനും റിയാസ്കയും അവനെയൊക്കെ വിട്ടിട്ട് വന്നു. റിൻഷിമോൾ പിന്നെ നേരത്തെ പോകും കേട്ടോ. റിയാസ്ക രാവിലെ തന്നെ 7 മണിക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകുമ്പോൾ അവൾ റിയാസ്കാൻ്റെ കൂടെ പോകും. ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ഉള്ളിവാട്ടിയും ചോറാട്ടം ഉണ്ടാക്കി കൊടുത്തു. അവൾക്ക് ആ ഉള്ളിവാട്ടിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയി കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ താളിച്ച് ചോറൊക്കെ കൊടുക്കും. അപ്പോൾ അവൾക്ക് അധികം ഉള്ളിവാട്ടിനോടാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൾ ഇനി വരുമ്പോൾ 5 മണിയാവും. അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയ ശേഷം നമ്മുടെ കറി വെക്കാൻ വേണ്ടി അടുക്കള യുദ്ധത്തിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട് കിടക്കണ കോലെന്താണെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ ഞാൻ വീടൊന്ന് നീറ്റാക്കി ഇട്ടിട്ട് മീനൊക്കെ ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ സിറ്റ് ഔട്ട് വാതിലും തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാട്ടോ അവിടുന്ന്. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങോട്ട് തന്നെ പാറി വരും. ദേഷ്യം വരും ചില സമയത്ത് കേട്ടോ. പിന്നെ വാതിലൊക്കെ അടച്ചിട്ട് വേണം നമ്മൾ അടിച്ച് വാരാൻ. അപ്പോൾ വെളിച്ചവും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, ഒരു വാതിൽ കുറച്ച് നേരം അടിച്ച് വാരിയിട്ട് പിന്നെ അങ്ങോട്ട് ഒന്ന് ഇത്തിരി നേരം ഒന്ന് ചാരി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് അടിച്ചു കൂട്ടാം. അപ്പം നിറയെ ഈ കവറുകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ ബിസ്ക്കറ്റും ലേസും മുട്ടായൊക്കെ തിന്നതിൻ്റെ കവറും പിന്നെ ഫാത്തിമക്കുട്ടിൻ്റെ സ്നഗ്ഗിൻ്റെ കവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അക്കപ്പാടെ ഒന്ന് അടിച്ച് പെറുക്കി വാരിക്കൂട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തുടക്കണമൊന്നുമില്ല, പഠിക്കൽ മാത്രം കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ സ്കൂളിൽ പോകാതെ തന്നെ തെക്കും വടക്കും നടക്കണം. ഒരു ഭാഗത്ത് ഇരിക്കണമില്ല കിടക്കണമില്ല. അവൻ സൗണ്ടും ഇല്ല. അപ്പോൾ അവൻ തെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. ഞാൻ അടിച്ച് വരുമ്പോൾ അപ്പോൾ ഈ വീണ സീന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ബുക്ക് എടുത്ത് എഴുതി പഠിക്കുക നീ പോയിട്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് വെയ്യമ്മ എന്ന് പറഞ്ഞു. പിന്നെ റിയാസ്കത പള്ളിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇനി പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ഇനി എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അടുക്കളൻ്റെ അവിടെ നമ്മുടെ ഉള്ളിക്കൊട്ട വെച്ചവിടെ നിറയെ ഉള്ളിൻ്റെ തൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കൈ എത്തില്ല അങ്ങോട്ട്. അപ്പോൾ ഞാൻ ചൂലെടുത്തിട്ട് തന്നെ ഒന്നിങ്ങനെ ഞാൻ ഇവിടെ ചൂലിട്ട് അടിക്കലൊന്നുമില്ല, എന്നാലും അത് കിട്ടാൻ വേണ്ടി ഒന്ന് അടിച്ചാട്ടോ. അല്ലെങ്കിൽ ഒന്ന് ശരിക്കും വൃത്തി പോലും ആവില്ല. അപ്പോൾ ഇതാ റിയാസ്ക പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഇതാ ഇനിയിപ്പോൾ അടുക്കളയിൽ ആരംഭമൊക്കെ തുടങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്താവും, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ അടുക്കളക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാത്തുക്കുട്ടി ഉണ്ട് കേട്ടോ. അവളെ വിളിച്ചിട്ട് വന്നിട്ടൊക്കെ ആയിരുന്നു കലാപരിപാടി. അവളെ വിളിച്ചിട്ട് വന്നിട്ടാണ് വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ മീനൊക്കെ ഒന്ന് കൊട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ കറി ഒന്ന് സെറ്റാക്കിയിട്ട് മീൻ നന്നാക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അതും നടക്കില്ല.
അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ കറി ഇന്ന് മൺചട്ടിയിലൊന്നും വെച്ചില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ തന്നെ വെച്ചു, നോൺ സ്റ്റിക്കിൻ്റെ ഇതിൽ തന്നെ വെച്ചു. പിന്നെ നമ്മൾ ആദ്യം തേങ്ങ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ മീൻ കറി വെക്കാൻ ആർക്കും അറിയത്തില്ലേ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ വെക്കുള്ളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടൂല കേട്ടോ. വെറുതെ ഒരു തനി നാടൻ പാലക്കാട്ട് രീതി നാടൻ മീൻ കറി കേട്ടോ ഞാൻ വെക്കുക. ഇങ്ങനെ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് നല്ല ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ അത്, ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി വേണം, പച്ചമുളകും 2 കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സിയിലിട്ടൊന്ന് തേങ്ങ ഒന്ന് അരച്ചതച്ചെടുക്കുക കേട്ടോ. കുറച്ച് അരയണം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിലേക്ക് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട ശേഷം നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിലർ ഇതൊക്കെ ചൂടാക്കിയിട്ടൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഞാൻ പച്ചരി തന്നെ ഇട്ടു, ചൂടാക്കാനൊന്നും നിന്നില്ല, സമയമില്ല. 2:30 വിളിക്കാൻ പോകണം, പിന്നെ മീൻ നന്നാക്കാനുണ്ട്. അപ്പോൾ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ തുണികളും കൂടി റൂമിലൊന്നും വിരികളൊന്നും മടക്കിയിട്ടില്ല, അങ്ങനെ വന്നാണ് കേട്ടോ എടുത്തിട്ടിട്ട്. അപ്പം നമുക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഈ മുളക് പൊടി കുറച്ച് നമ്മുടെ എരിവുള്ളതാട്ടോ, കളറും ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ നമ്മുടെ തേങ്ങ അരപ്പിട്ട് ഒന്നായി കലക്കി നമ്മൾ അടുപ്പത്ത് വെക്കുക തന്നെ കേട്ടോ. തക്കാളി മുറിച്ചപ്പോൾ ഒരു തക്കാളി, നല്ല വലിയ തക്കാളി, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുഴപ്പമായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ വേറൊരു തക്കാളിയും കൂടി പിന്നെയും എടുത്തു. മീൻ ചാറിൽ കുറച്ച് പുളി വേണം കേട്ടോ, എന്നാൽ തന്നെ നന്നായിരിക്കുള്ളൂ. അപ്പോൾ ഞാനിന്നാൽ 2 ദിവസത്തിന് വെക്കാനുള്ള കറിയില്ലേന്ന് വിചാരിച്ചിട്ട് ഇത്തിരി കട്ടിയിൽ തന്നെ വെച്ചു കേട്ടോ, തേങ്ങയൊക്കെ അരച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, കഴിക്കാനും സൂപ്പറായിരിക്കും. അപ്പം നല്ലൊരു തക്കാളി ആയിരുന്നു കേട്ടോ, കണ്ടപ്പോൾ നല്ല തക്കാളി, പക്ഷെ ഉള്ളിൽ മനുഷ്യന്മാരെ പോലെ തന്നെ അല്ലേ, കാണാൻ നല്ലതായിരിക്കും, ഉള്ളുകൊണ്ട് പൊള്ളയായിരിക്കും പറഞ്ഞ പോലെ. നമ്മുടെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ മരിക്കണവരെ ജീവിക്കണം, അതിന് വേണ്ടി കുറേ കഷ്ടപ്പാട് പെടുന്നു. അതിൽ കുറേ ശത്രുക്കളും മിത്രങ്ങളൊക്കെ ഉണ്ടാവും. ജീവിതമായ എന്താ പറയുക, എങ്ങനെയെങ്കിലും നമുക്ക് വിധിച്ചതാണെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് കിട്ടിയിരിക്കും. അല്ലാത്തത് നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും നമുക്ക് കിട്ടും അല്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിതാ ഇനി മൊത്തത്തിലൊന്ന് കലക്കി പുളിയും വെള്ളം ഒഴിച്ച് നമ്മുടെ മീൻ കറി ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അങ്ങനെ അടുപ്പത്ത് വെക്കുക. അപ്പം ഉമ്മയും ഇപ്പയും പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചാറ് കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീനൊന്ന് നന്നാക്കിയിട്ട് കുറച്ചും കൊണ്ട് കറിയിലിടുക, കുറച്ച് വറുക്കും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ചധികം തന്നെ വറുക്കും, കറിയിലിട്ട് അധികം ആരും കഴിക്കൂല. അപ്പോൾ ഞാൻ കുറച്ച് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസമാണെങ്കിലും രസമെങ്കിലും വെച്ച് കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ കുറച്ച് വറുക്കാനെടുത്ത് കുറച്ച് കറിയിൽ ഇട്ടു. കുറച്ച് കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചതച്ചിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ മീൻ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, മണവും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിക്ക് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഞാൻ ഇട്ട് വറുക്കും. അപ്പോൾ നന്നായിട്ടുണ്ടാവും കേട്ടോ, നല്ല മണവും ഉണ്ടാവും. പൊരിക്കുന്ന സമയത്തൊക്കെ നല്ല വാസനയായിരിക്കും. പിന്നെ നമ്മൾ ഓയിലാട്ടോ, വെളിച്ചെണ്ണയല്ല ഓയിലാണ്. അപ്പോൾ ഈ ചട്ടി പരന്നതായതുകൊണ്ട് ഒഴിച്ചാൽ നമുക്ക് അത്ര അറിയില്ല, അല്ല അത്രയൊന്നും ഞാൻ ഓയിൽ യൂസ് ചെയ്യില്ല കേട്ടോ, പാത്രം തന്നെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ കുറച്ച് ഉലുവയും ചെറിയുള്ളിയും കറിവേപ്പില ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മീൻ കറി സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് താളിപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക, താളിക്കുക. പിന്നെ മീനും കൂടി പൊരിച്ചാൽ നമ്മുടെ അടുക്കള പണി ഏകദേശം കഴിയും. പിന്നെ കുറച്ച് 2-3 പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ, രാവിലത്തെ ചായ കൂടി കഴിഞ്ഞതിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ വീഡിയോ ഇടയ്ക്ക് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ തിരുമ്പലൊക്കെ ഇന്നലെ തിരുമ്പി കേട്ടോ, ഇന്നലെ രാവിലെ തിരുമ്പിയിട്ടു. പിന്നെ ഇനി മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ നമ്മൾ റൈസ് കൂട്ടി വെറി പിടിച്ച് ഇങ്ങനെ ബോളും തട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലത്തെ ഒരു ഏട്ടൻ ഒരു ബോൾ കൊടുത്തപ്പോൾ അത് തട്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു അവനോട് സ്കൂളിൽ പോടാന്ന്. അപ്പോൾ അവൻ തൊണ്ട വയ്യ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ലീവ് എടുത്ത്. ഇടയ്ക്കിടയ്ക്ക് അവനിക്കൊരു ലീവ് വേണം, അല്ലെങ്കിൽ അവൻ ഒരിതാണ്. അങ്ങനെ ഇനി അവർക്കൊക്കെ റിയാസ്ക്ക് അബ്ദിനും വരും, പള്ളി പിരിഞ്ഞിട്ടിപ്പോൾ വരും. വന്നതും ചോറ് കൊടുക്കും. പിന്നെ ഞങ്ങളങ്ങനെ പാത്തൂട്ടിനെ വിളിക്കാൻ പോകും കേട്ടോ, അങ്ങനെയാണ് ചെയ്യാം. ചില സമയത്ത് പോണില്ലാന്ന് വിചാരിക്കും, എന്നാലും റിയാസ്ക്ക് പോകില്ല, ഒറ്റയ്ക്ക് പോകില്ല. ഞാനും കൂടെ പോയാൽ തന്നെ അവിടെ നിറയെ പെണ്ണുങ്ങളാണ് പറഞ്ഞിട്ട് വരും. പിന്നെ ഞാൻ കറിയും ഒക്കെ റെഡിയായപ്പോൾ മീനല്ലേ എന്തായാലും സ്മെല്ലുണ്ടാവും, മത്തിയായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പെനോയിലൊക്കെ ഇട്ടൊന്ന് തുടച്ചെടുത്താട്ടോ, നല്ല മണമുള്ള പെനോയിലാണ്.
പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ 2-3 പാത്രങ്ങൾ കട്ടയിലും മീനിൻ്റെ വേറെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല സോപ്പിട്ട് ഒന്ന് കഴുകിയെടുത്ത് പിന്നെ ഇനി അടുക്കളപ്പണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിരന്ന പാത്രങ്ങളുണ്ടാകും, അതും കൂടി ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ ഞാൻ വീഡിയോ പിന്നെ അധികം നീട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി കഴിക്കുക, പോവുക. ബാക്കി പിന്നെ പോയി വന്നിട്ട് തന്നെ കേട്ടോ ഞാൻ നിസ്കരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഫാത്തിമക്കുട്ടീനെ വിളിച്ച് വന്നിട്ട് ഞാൻ അപ്പത്തിന് അസർ ബാങ്ക് കൊടുക്കാനാവും. അപ്പോൾ അങ്ങനെ നിസ്കരിച്ച് പിന്നെ അവൾ വരുമ്പോൾ 5 മണിയാവും. നമ്മുടെ റെൻഷി മോളും റജിക്കുട്ടിയും വരുമ്പോൾ 5 മണി എന്തായാലും ആവും. കാരണം റിയാസ്ക സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് വരുള്ളൂ. പിന്നെ അവൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ റജിക്കുട്ടി വണ്ടിയിലിരുന്ന് ഉറങ്ങുന്നുണ്ടാവും. അവൾക്ക് കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ട് വരാനും പോകാനും. പോയാൽ ഒരു 5 മണിയൊക്കെ ആവും. 3 മണി വിടുന്ന ക്ലാസ് 5 മണിയാവും. പിന്നെ വീട് മാറിയ ശേഷം ഇത്തിരി ദൂരമാണ്, അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീട് വേഗം ശരിയാവട്ടെ അല്ലേ. അങ്ങനെ അപ്പോൾ ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകില്ല കേട്ടോ. ഇങ്ങോട്ട് വരുന്നവർക്ക് പടച്ചവൻ കൊടുത്തോളും എന്നാൽ ഞാൻ വിചാരിക്കുള്ളൂ. ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്യില്ല. എല്ലാവരും എൻ്റെ ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും ഞാൻ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുള്ളൂ. ആർക്കും ഒരു ഒന്നിനും ശത്രുതയായിട്ട് ഞാൻ ആരെയും കാണാറില്ല. എൻ്റെ എല്ലാ ശത്രുക്കളെ പോലും ഞാൻ മിത്രങ്ങളായിട്ടേ കാണലുള്ളൂ. ആർക്കും ഒരു പാവം വരരുതേ എന്നാണ് ഞാൻ വിചാരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ കേട്ടോ, നമ്മളെ തന്നെയാണ് തിരിച്ച് കൊത്തുന്ന ആൾക്കാർ. അവർക്ക് പടച്ചവൻ കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങോട്ട് വന്നാൽ അള്ളാഹ് നോക്കിക്കോളും, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാട്ടോ ഞാൻ. അപ്പോൾ അള്ളാഹ് തന്ന ജീവൻ അള്ളാഹ് വാങ്ങണ വരെ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുക, അത്രേ വിചാരിക്കണുള്ളൂ. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ പോണില്ല. ഞാനും എൻ്റെ മക്കളെ പാടെ പറഞ്ഞിട്ട് ഞാൻ നടക്കണം. എന്താ പറയുക, ഇപ്പോഴത്തെ ജനങ്ങൾ ഒരാൾ നന്നാണ് കണ്ടുകൂടാ, ഒരാൾ നല്ലപോലെ നടക്കണത് കണ്ടുകൂടാ, അങ്ങനത്തെ ആൾക്കാരാണ് ചുറ്റിലും. പടച്ചോൻ തന്നെ കാക്കട്ടെ അല്ലേ. അങ്ങനെ ഇതാ റിയാസ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് ഞാനും റയീസ് കുട്ടിയൊക്കെ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അവനിക്ക് ആദ്യം ഞാൻ വിളമ്പി കൊടുത്ത്, പിന്നെ ഇതാ ഇനി ഞാനും റിയാസ്ക്കും വയ്ക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ഇടുക, കമൻറ്റ്. എത്ര തകർക്കാൻ നോക്കിയാലും അള്ളാഹ് വിചാരിക്കാണ്ട് ഒന്നും തന്നെ നടക്കില്ല. എല്ലാം അള്ളാഹ്ക്ക് വിട്ടു കൊടുക്കുക, അങ്ങനെ കേട്ടോ ഞാൻ വിചാരിക്കണത്. അള്ളാഹിൻ്റെ ഒരു കാവലും തുണയും തന്നെ ഉള്ളൂ നമുക്ക്. അള്ളാഹിൻ്റെ ഒരു കാവൽ തന്നെ കേട്ടോ നമ്മുടെ ജീവിതമൊക്കെ. അത് ആര് തകർക്കാൻ നോക്കിയാലും നടക്കില്ല എന്ന് തന്നെ പറയാം. എത്ര തകർക്കാൻ ശ്രമിച്ചാലും അള്ളാഹ് വിചാരിക്കാണ്ട് അത് ഒരു ഇല പോലും കുലുങ്ങൂല. അപ്പോൾ നമ്മൾ വാശിയോടെ ജീവിതത്തിൽ മുന്നിലേക്ക് നയിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് തകർക്കാൻ ആര് നോക്കിയാലും നടക്കില്ല. അള്ളാഹ് അല്ലാണ്ട് വേറെ ആർക്കും അത് തകർക്കാനും ആവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ടാറ്റാ, ബൈ, സി യു.